എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 ചാപ്റ്റർ 3 അടുത്ത പഠന പ്രവർത്തനങ്ങളാണ്. നോക്കിക്കോളൂ. അതോ തെത്താൻ താഴെ തന്നിരിക്കുന്ന സംഭാഷണാംശങ്ങൾ സംഭാവ്യ പൂരേത പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭാഷണങ്ങൾ നമ്മൾ എഴുതുക? അതിൽ ആൻസർ തന്നിട്ടുണ്ടാവും. അതിലൂടെ നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വേണം. ആ രീതിയാണ് സംഭാഷണത്തിന് ഉള്ളത്. അപ്പം ഛാത്രഃ ഭോ ആചാര്യ, താഴെ വൈദ്യഃ നമസ്തേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം തിരിച്ച് ഛാത്രഃ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? നമസ്തേ. അപ്പം അവിടെ പൂരിപ്പിക്കേണ്ടത് നമസ്തേ. ഛാത്രഃ അഹം ഔഷധസസ്യാന്യധികൃത്യ ജ്ഞാതും ആഗതോ അസ്മി. അപ്പം ഞാൻ ഔഷധസസ്യങ്ങളെക്കുറിച്ച് അറിയുവാനായി വന്നിരിക്കുകയാണ് എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൈദ്യൻ എന്ത് ചോദിച്ചിട്ടുണ്ടാവും? കിമർത്ഥം ആഗതവാൻ, നീ എന്തിനാണ് വന്നിരിക്കുന്നത്? വൈദ്യഃ പൃച്ഛതു, നീ ചോദിക്കൂ. അഹം വദാമി, ഞാൻ പറയാം. അപ്പോൾ വൈദ്യൻ ഉത്തരം നൽകിയിട്ടുണ്ട്. ആം കൈരല്യാം ഇദാനീമപി ഔഷധസസ്യാനാം സചിത്രവിവരണ ഗ്രന്ഥാഃ വിരചന്തി. അപ്പം മലയാളത്തിൽ ഇത്തരത്തിലുള്ള ഔഷധസസ്യങ്ങളുടെ ചിത്രത്തോടു കൂടിയ വിവരണ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്ത് ചോദിക്കാം? കൈരല്യാം ഇദാനീമപി ഔഷധസസ്യാനാം സചിത്രവിവരണ ഗ്രന്ഥാഃ വിരചന്തി. വാ എന്ന് ചേർത്താൽ നമുക്കത് ചോദ്യവും. അപ്പം മലയാളത്തിൽ ഇത്തരത്തിലുള്ള ഔഷധസസ്യങ്ങളുടെ ചിത്രങ്ങളോട് കൂടിയ വിവരണ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ടോ എന്നാണ് കുട്ടി ചോദിച്ചിട്ടുള്ളത്. അതിനാണ് വൈദ്യൻ ആ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഏവം ചേത് കസ്യചിത് ഗ്രന്ഥസ്യ നാമ കൃപയാ വദതു. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഗ്രന്ഥത്തിൻ്റെ ഒരു പേര് പറയൂ എന്നാണ്. അപ്പോൾ വൈദ്യൻ ഔഷധ സസ്യങ്ങൾ എന്നുള്ള ഉത്തരം പറയുകയാണ്. ഛാത്രാഃ, അപ്പോൾ വൈദ്യൻ ഉത്തരം പറയുകയാണ്. ഡോക്ടർ എസ് നേഷ്മനി മഹോദയഃ ഭവതി അസ്യ ഗ്രന്ഥസ്യ കർത്ത. അപ്പോൾ ആ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് നേഷ്മനി മഹോദയനാണ് ആ ഗ്രന്ഥത്തിൻ്റെ കർത്താവെന്ന്. അപ്പം എന്തായിരിക്കും ചോദ്യം വരിക? തസ്യ കർത്ത കഹ എന്നാണ് കുട്ടി ചോദിച്ചിട്ടുണ്ടാവുക. തസ്യ കർത്ത കഹ. അടുത്തത് വൈദ്യൻ ഉത്തരം നൽകിയേക്കാണ്. അസ്യ പ്രകാശകഃ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭവതി. അപ്പോൾ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രകാശകൻ അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പം എന്തായിരിക്കും ചോദ്യം ഉണ്ടാവുക? തസ്യ ഗ്രന്ഥസ്യ പ്രകാശകഃ കഹ. അതിൽ അതാരാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം ചോദിച്ചിട്ടുണ്ടാവുക. തസ്യ ഗ്രന്ഥസ്യ പ്രകാശകഃ കഹ. ഛാത്രഃ സന്തുഷ്ടോ അസ്മി, സന്തുഷ്ടനായി. ധന്യവാദഃ, നന്ദി പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. അടുത്ത് നോക്കിക്കോളൂ. ക്രിയാപദ പരിചയങ്ങൾ. പ്രസ്തൗതി, പ്രായ് എന്ന് പറയുന്ന ഉപസർഗമാണ്. സ്തുന്യ സ്തുതൗ, സ്തു എന്ന് പറയുന്നതാണ് അവിടുത്തെ ധാതു വരിക. അത് ഉഭയപദിയാണ്. പരസ്മൈപദി. ലട്ട് പ്രഥമ പുരുഷ ഏകവചന രൂപമാണ്. ആത്മനേപദി പരസ്മൈപദി എന്നുള്ള രണ്ട് ഇതുണ്ട്. അതിൽ പരസ്മൈപദിയിലെ ലട്ട് പ്രഥമ പുരുഷ ഏകവചന രൂപമാണ് പ്രസ്തൗതി. അപ്പം പ്രസ്തൗതി, പ്രസ്തുതഃ, പ്രസ്തുവന്തി അതാണ് ഏകവചനം, ദ്വിവചനം, ബഹുവചനമായിട്ട് വന്നിരിക്കുന്നത്. അടുത്തത് ശക്യതയാണ്. ശക്ല്, ശക്തൗ, കർമ്മണി. അതും എന്ത് രൂപമാണ്? കർമ്മണി പ്രയോഗത്തിൽ ആത്മനേപദി രൂപമാണ് ശക്യത എന്ന് പറയുന്നത്. അത് ലട്ട് പ്രഥമ പുരുഷ ഏകവചനമാണ്. അതിൻ്റെ രൂപമാണ് ശക്യതേ, ശക്യേതേ, ശക്യന്തേ എന്ന് പറയുന്നത്. അത് കർത്തരി പ്രയോഗത്തിലെ പരസ്മൈപദി രൂപമാണെങ്കിൽ അത് ശക്നോതി, ശക്നുതഃ, ശക്നുവന്തി എന്നായിട്ട് മാറും. വ്യാവർത്തത, വി ആങ്, അവിടെ വി എന്നുള്ളതാണ് ഉപസർഗം. ഉപസർഗപൂർവ്വത്
പൂർവക മൃദു വർദ്ധനെ ആത്മനേപതി രൂപമാണ് അവിടെ. ലങ് പ്രഥമ പുരുഷ ഏകവചനമാണ്. വ്യാവർത്തത വ്യാവർത്തേതാം വ്യാവർത്തന്ത. അപ്പം ഏകവചനം ദ്വിവചന ബഹുവചന രൂപങ്ങളാണ് വ്യാവർത്തത വ്യാവർത്തേതാം വ്യാവർത്തന്ത എന്ന് പറയുന്നത്. സമാർഭയത് സമപൂർവകസ്യ ഋഗതൗ നിച്ച്. സമാണ് അവിടെ എന്തു പറയാ ഉപസർഗം വരിക. ഋഗതൗ എന്നുള്ളതാണ് അവിടുത്തെ ധാതു. അതിൻ്റെ പരസ്മൈപതി ലങ് പ്രഥമ പുരുഷ ഏകവചനം. അതിൻ്റെ രൂപങ്ങൾ നോക്കൂ. സമർപ്പയത് സമർപ്പയതാം സമർപ്പയൻ. അതാണ് ഏകവചന ദ്വിവചന ബഹുവചന രൂപങ്ങൾ. അയച്ചൻ ദാണ് ദാനെ പരസ്മൈപതി ലങ് പ്രഥമ പുരുഷ ബഹുവചനമാണ് വന്നിരിക്കുന്നത്. അത് ദാനെന്ന് പറയുന്നതാണ് അവിടുത്തെ ധാതു വന്നിരിക്കുന്നത്. അതിൽ പരസ്മൈപതിയിൽ ലങ് പ്രഥമ പുരുഷ ബഹുവചന രൂപമാണ്. അപ്പം അതിൻ്റെ രൂപങ്ങൾ നോക്കൂ. അയച്ചത് അയച്ചതാം അയച്ചൻ എന്നുള്ളതാണ്. സമാഹരത് സമ എന്നുള്ളതാണ് ഉപസർഗം. ഹന് ഹൃന് ഹരനെ ഉഭയപതിയാണ് പരസ്മൈപതിയാണ്. ലങ് പ്രഥമ പുരുഷ ഏകവചനമാണ്. സമാഹരത് സമാഹരതാം സമാഹരൻ എന്നുള്ളതാണ്. അടുത്തത് അധിക വാചനാംശത്തിൽ പെടുന്നതാണ് ഗ്രന്ഥ തല്ലജഹ. തല്ലജഹ എന്ന് പറഞ്ഞാൽ പ്രശസ്തമായ എന്നുള്ള അർത്ഥമാണ്. അപ്പം ഗ്രന്ഥ തല്ലജഹ എന്ന് പറഞ്ഞാൽ പ്രശസ്ത ഗ്രന്ഥം എന്നാണ് അർത്ഥം വരിക. അടുത്തത് പ്രശസ്ത പണ്ഡിത എന്നുള്ള അർത്ഥം വരുന്ന വാക്കുകളാണ് മദല്ലിക. എന്താ വാക്ക് വായിക്കുക? മജർച്ചിക പ്രഖണ്ഡം ഉദ്ധഹ തല്ലജഹ. ഇതൊക്കെ പ്രശസ്ത പണ്ഡിത എന്നുള്ള അർത്ഥമാണ് വരും. അപ്പം നോക്കിക്കോളൂ. മദല്ലിക പണ്ഡിത മദല്ലിക. പണ്ഡിത മദല്ലിക എന്ന് പറഞ്ഞാൽ പ്രശസ്തനായ പണ്ഡിതൻ എന്നാണ് അർത്ഥം വരിക. മജർച്ചിക പണ്ഡിത മജർച്ചിക എന്ന് പറഞ്ഞാൽ അഗ്രഗണ്യനായ പണ്ഡിതൻ എന്നാണ് അർത്ഥം വരിക. പ്രകാണ്ഡം പണ്ഡിത പ്രകാണ്ഡം എന്ന് പറഞ്ഞാൽ അവിടെ വലിയ വിജ്ഞാനശാലിയായ പണ്ഡിതൻ എന്നാണ് അർത്ഥം വരിക. ഉദ്ധഹ പണ്ഡിതോദ്ധഹ ഉന്നത പണ്ഡിതൻ. തല്ലജഹ പ്രശസ്തമായ പ്രശസ്ത ഗ്രന്ഥ. ഗ്രന്ഥതല്ലജഹ പ്രശസ്തമായ ഗ്രന്ഥം എന്നാണ് വരിക. ഇനി ശബ്ദകോശം നോക്കിക്കോളൂ. അനാവൃഷ്ടി വർഷരാഹിത്യം മഴയില്ലായ്മ. ആനന്ദ്യം അനന്തം പരിമിതി ഇല്ലാത്ത. ആരാമഹ ഉദ്യാനം പൂന്തോട്ടം. ഉഷരഹ ശുഷ്കപ്രദേശ വരണ്ട പ്രദേശം. കലിന്ദജ യമുന യമുനാ നദി. കോടരഹ വൃക്ഷരന്ധ മരത്തിൻ്റെ ദ്വാരം എന്നാണ്. വൃക്ഷരന്ധ്ര മരത്തിൻ്റെ ദ്വാരം. ഘനം സാന്ദ്രം ഇടതൂർന്നത്. ചകാസ്തി ശോഭതെ ശോഭിക്കുന്നു. ചാരു മനോഹര മനോഹരം. താരാപഥം ഗഗനം ആകാശം. ദരി കന്ദരം ഗുഹ. ധൂലികാലാഭ രജസമൂഹ പൊടിപടലം എന്നാണ് അർത്ഥം വരിക. നകുലഹ സർപ്പഹ കീരി. നവപയോധ നവമേഘ പുതുമേഘം. നിർജ്ജരി പ്രവാഹിനി അരുവി. നിശാന്തം വാസസ്ഥാനം വാസസ്ഥലം. നിശസാദ ഉപവിശതി സ്മ ഇരുന്നു. നീടജഹ ഖഗഹ പക്ഷി. പയസ്വിനി നദി നദീനാണ് അർത്ഥം വരിക. പയഹ പ്രണാളി കുല്യ കൈത്തോട്. പ്രഖ്യാത പ്രസിദ്ധ പ്രസിദ്ധമായത്. ബന്ധുരം നിമ്നോന്നതം. നിമ്നോ ഉന്നതമാണ് ഉയർന്നതും താണതുമായ പ്രദേശം. അപ്പോൾ ഒന്നുകൂടി പറയാം. അനാവൃഷ്ടി വർഷരാഹിത്യം സംസ്കൃത അർത്ഥങ്ങളാണ് ഇതിൽ നോക്കി വെക്കേണ്ടത്.
ആനന്ദ്യം അനന്തം, ആനന്ദ്യം ആനന്ദം. പരിമിതിയില്ലാത്ത അനന്തം എന്നുള്ള അർത്ഥമാണ് വരിക. അപ്പോൾ ഒന്നുകൂടി പറയാം. അനാവൃഷ്ടി എന്ന് പറഞ്ഞാൽ വർഷരാഹിത്യം എന്നാണ്. ആനന്ദ്യം അനന്തം പരിമിതിയില്ലാത്ത, ആരാമഃ ഉദ്യാനം പൂന്തോട്ടം, ഉഷരഃ ശുഷ്കപ്രദേശഃ വരണ്ട പ്രദേശം, കലിന്ദജ യമുന യമുനാ നദി, കോടരഃ വൃക്ഷരന്ധ്രഃ മരത്തിൻ്റെ ദ്വാരമെന്ന്, ഹോൾ എന്നൊക്കെ ഉള്ള അർത്ഥമാണ് വരിക. ഖനം സാന്ദ്രം ഇടതൂർന്നത്, ചകാസ്തി ശോഭതെ ശോഭിക്കുന്നു, ചാരു മനോഹരഃ മനോഹരം, താരാപഥം ഗഗനം ആകാശം, ദരി കന്ദരം ഗുഹ, ധൂളികാലാപഃ രജസമൂഹഃ പൊടിപടലം, നകുലഃ സർപ്പഃ കീരി, നവപയോധഃ നവമേഘഃ പുതുമേഘം, നിർജ്ജരി പ്രവാഹിനി അരുവി, നിശാന്തം വാസസ്ഥാനം വാസസ്ഥലം, നിഷസാദ ഉപവിശതി സ്മ ഇരുന്നു, നീഡജഃ ഖഗഃ പക്ഷി, പയസ്വിനി നദി നദി, പയപ്രണാളി കുല്യ കൈത്തോട്, കനാൽ എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. പ്രഖ്യാതഃ പ്രസിദ്ധഃ പ്രസിദ്ധമായത്, ഫേമസ് എന്നുള്ള അർത്ഥം വരും. ബന്ധുരം നിമ്നോന്നതം ഉയർന്നതും താഴ്ന്നതും, ദ ഹൈ ആൻഡ് ലോ എന്ന് നമ്മൾ അർത്ഥം വരും ഇംഗ്ലീഷിൽ. അടുത്തത് ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ബിർഹി മയൂരഹ മയിൽ, പീക്കോക്ക്, ബിലം ദ്വാരം മാളം, ഹോൾ എന്ന് പറയും. മഹീധരഹ പർവ്വതഃ പർവ്വതം, രാജി സമൂഹഃ കൂട്ടം, വത്സഃ ഗോശാബകഃ പശുക്കുട്ടി, വനപ്രിയഃ കോകിലഃ കുയിൽ, ശാഖാമൃഗഃ വാനരഃ കുരങ്ങൻ, സാനുഃ ഉപത്യഃ താഴ്വാരം, സീരപാണി ഹലായുധഃ ബലരാമൻ. ഇതൊക്കെ നമുക്ക് സമാനാർത്ഥത്തിലും ചോദിക്കാം, പര്യായപദത്തിലും ചോദിക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ പഠിച്ചു വെക്കണം. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് അങ്ങനെ ചോദിക്കാം. വിപരീത അർത്ഥങ്ങൾ തന്നിട്ടും ചോദിക്കാം. അപ്പോൾ ബർഹിഹി മയൂരഃ മയിൽ, ബിലം ദ്വാരം മാളം, മഹീധരഃ പർവ്വതഃ പർവ്വതം, രാജിഹി സമൂഹഃ കൂട്ടം, വത്സഃ ഗോശാബകഃ പശുക്കുട്ടി, വനപ്രിയഃ കോകിലഃ കുയിൽ, ശാഖാമൃഗഃ വാനരഃ കുരങ്ങൻ, സാനുഃ ഉപത്യക താഴ്വാരം, സീരപാണി ഹലായുധഃ ബലരാമൻ. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എൻ്റെ വീഡിയോസും ഷോർട്സൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് നൽകുന്നത്. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ക്ലാസ്സസ് യൂസ്ഫുൾ ആവുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൺലൈൻ ട്യൂഷനായിട്ട് മാത്രം വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം. ഓക്കെ, താങ്ക് യു.